സത്യമേ ശിവൻകുട്ടിയാ. പറഞ്ഞു. ഞങ്ങളുടെ ക്ഷേത്രത്തിലുണ്ട് സത്യാമേ. ഇവിടെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി. ശരി. വിഷ്ണുമോനെയും കുട്ടി സത്യാമ ഇപ്പൊ എത്തില്ലേ? ഇറങ്ങാൻ തുടങ്ങ, ഉടനെ എത്തും. ഇയാള് ഫോൺ വെച്ചു. അല്ല സത്യമേ. ഹലോ ഹലോ. വിഷ്ണു, വിഷ്ണു, വിഷ്ണു. എന്താ? ഇങ്ങ് വാ. എനിക്കൊന്ന് അമ്പലത്തിൽ പോണായിരുന്നു. ഈ ഒന്ന് കാർ എടുക്ക. അല്ല, ഡ്രൈവർ ഇല്ലേ? അയാൾ ഇന്ന് വരില്ല. വീട്ടിലെന്തോ ആവശ്യമുണ്ടെന്ന്. രോഹിത്തിനെ വേണ്ട വിഷ്ണു, നിനക്ക് മടിയാണെങ്കിൽ വേറെ ആരെയും നീ അന്വേഷിക്കണ്ട. ഞാനൊരു ഓട്ടോ വിളിച്ചു പോയിക്കോളാം. എന്റെ അമ്മ വേണ്ട, ഞാൻ തന്നെ വന്നോളാം. നീ കുളിയൊക്കെ കഴിഞ്ഞല്ലേ? പോവാം. എന്നാ വാ. ഇവളോട് അടുക്കാൻ തന്നെ പേടിയാവുന്നല്ലോ. ആ പാവം വിഷ്ണുവിന്റെ അവസ്ഥ എന്താവും എന്തോ. എന്തായി? സത്യാമ്മ വിഷ്ണുവിനെ കൂട്ടി വീട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. വന്നോണ്ടിരിക്കുക. ഉടനെ ഇവിടെ എത്തും. ഇറങ്ങിന്ന് പറഞ്ഞ പോരാ, ഇവിടെ കാണണം. ഇവിടെ കാത്തു നിൽക്കുന്നതേ മധുശ്രീയാണെന്ന് ഓർത്തോണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ക്ഷേത്രം ഇവിടെ നിന്ന് കത്തും. നാറുന്നത് ഞാനല്ല, ശിവൻകുട്ടി സാറും സാറിന്റെ കളരിക്ക ഗ്രൂപ്പും ഒക്കെ ആയിരിക്കും. ഓർത്തോ? ആശാനെ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ. ഫോൺ വിളിച്ച അധികം സംസാരവുമില്ല. എന്താ മനസ്സിലെന്നറിയാൻ നേരിട്ടൊന്ന് കാണാനും വഴിയില്ല. വീട്ടിലേക്കൊന്ന് ചെല്ലാന്ന് വെച്ചാ സത്യം അവിടെ വാളെടുത്ത് കാത്തു നിൽക്കുക. സത്യമയുടെ കാറാണല്ലോ വരുന്നത്. സത്യമ്മ ആശാനെയും കൂട്ടി ഇപ്പൊ എങ്ങോട്ടാ പോകുന്നേ? സാധാരണ ഡ്രൈവറെയും കൂട്ടിയാണല്ലോ സത്യമ്മ പോകുന്നേ, അല്ലെങ്കിൽ രോഹിത്തിനെ കൂട്ടി. ഇതിപ്പോ എന്താ ആശാനെയും കൂട്ടി? എന്തായാലും പിന്നാലെ ഒന്ന് പോയി നോക്കാം. സത്യമ്മ കാണാതെ ആശാനടുത്തൊന്ന് സംസാരിക്കെങ്കിലും ചെയ്യാം. ജീവിതം രക്ഷിക്കാൻ ഇത് മാത്രമേ വഴിയുള്ളൂ മോനെ.
എന്താ അല്ല മോളെ നിന്റെ മുടിയൊന്ന് തൊട്ടു പോകരുത് നിങ്ങൾ എന്നെ ഇനി. ദേ ഇയാള് പറഞ്ഞിട്ടാ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് എഴുന്നള്ളിയത്. പിന്നെ ഈ വൃത്തികെട്ട വേഷം, സാരി, ഈ ചിങ്ങനെ പുതച്ചു വാരി ഉടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ അമ്പലത്തിലേക്കൊന്നും വരാത്തത്. ഇതെന്റെ ദേഹത്ത് പുതപ്പിക്കാൻ തന്നെ എത്ര മണിക്കൂർ എടുത്തല്ലേ. പിന്നെ നിങ്ങളുടെ മുഖത്തിടുന്ന പോലെ പൊട്ടിയും അടിച്ച് തലമുടിയും ചുറ്റിക്കെട്ടി അങ്ങനെയും പോയി കുറെ നേരം. ഈ ഡ്രസ്സും ഈ ആഭരണങ്ങളും ഒക്കെ ഇട്ട് മനുഷ്യൻ നിന്ന് പുഴുങ്ങുക. അതിനിടയിൽ കൂടുതൽ ഡെക്കറേഷന് വരല്ലേ നിങ്ങള്? ഇതെല്ലാം അഴിച്ചു കളഞ്ഞിട്ട് ഞാൻ എന്റെ വഴിക്ക് പോവും. എന്താ കുട്ടി ഇത്? മോളെ, സത്യാമ്മി വിഷ്ണു ഇപ്പൊ ഇങ്ങെത്തും. നീന്തി പോരുത്. നിങ്ങൾക്ക് മിണ്ടാനുള്ള അവകാശമില്ല. ഒരിക്കൽ ഇതേ പുരുഷന്റെ പേരിൽ അപമാനിക്കപ്പെട്ടവളാ ഞാൻ. അതും എന്റെ ആജന്മ ശത്രുവായ ശാലിനിക്ക് മുന്നിൽ വെച്ച്. ഇനിയും ഞാൻ സഹിക്കില്ല. മോളെ, പോയി അവരെയും കൊണ്ട് വാ. കണ്ടു പോവരുത് രണ്ടിനെ ഇനി മുന്നില്. മോളെ ഡേ നടക്ക്. വാ വരാൻ. എങ്ങോട്ട് പോവാനാ മനുഷ്യ? ഡി നമുക്ക് അമ്പലത്തിന് മുന്നിലെങ്ങാനും പോയി നിൽക്കാം. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാ? സൽപുത്രിയുടെ കല്യാണം നടത്തണ്ടേ? എടാ നീ ഇറങ്ങുന്നില്ലേ? ഇല്ല, അമ്മ പോയിട്ടോ. ഇറങ്ങടാ. വാ. ഇല്ലമ്മ, ഞാൻ വരുന്നില്ല. അമ്മ പോയിട്ട് വാ, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഭഗവാനെ കാണാനും മടി. ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നേരെ നടക്കാൻ ദൈവാനുഗ്രഹം വേണോടാ. എന്തായാലും അത്രയും സമയം നീ ഇവിടെ വെറുതെ നിൽക്കണ്ട. വാ, തൊഴുതിട്ട് വരാം. എന്തൊരു കഷ്ടമാണിത്. ഒന്ന് വേഗം വാടാ. സത്യാമ്മ എന്തിനാ ആശനെ നിർബന്ധിച്ച് അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്? ഈ പെണ്ണിനെ കൊണ്ട് മഹാശല്യായി കേട്ടോ. ഇന്നത്തോടെ തലേന്നൊന്ന് ഒഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെയൊക്കെ പറയാതെ ശിവൻകുട്ടിയേട്ടാ, അമ്പലമാ. എപ്പോഴാ നാവില് ഗുളികം വരികയെന്ന് പറയാൻ പറ്റില്ല. ദേ പറയുന്നത് ഫലിച്ചെന്നിരിക്കും. പിന്നെ എങ്ങനെ പറയുന്നതേ? സിവിൽ സർവീസ് കിട്ടിയപ്പോഴെങ്കിലും നന്നാവുമെന്ന് കരുതിയതാ. അതുവരെ ചെറിയ ചില കുഴപ്പങ്ങളും കൂട്ടുകെട്ടുകളും വഷളത്തരങ്ങളും ഉണ്ടായിരുന്നുള്ളൂ. കളക്ടർ ആവുമെന്ന് കരുതിയവൾ തിരിച്ചു വന്നതേ ഭൂലോക പിഴയായിട്ടല്ലേ? ഇപ്പോ പോലീസ് കേസ് ഒഴിഞ്ഞ സമയമുണ്ടോ? ഇവൾക്ക് വേണ്ടി മാത്രം ഞാനൊരു വക്കീലിനൊക്കേണ്ട അവസ്ഥയാ. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ മതി. ഇനി അതൊക്കെ ഈ വരുന്നവരുടെ തലയിൽ ഇരുന്നുള്ളൂ. വരണം വരണം, ഞങ്ങൾ കാത്തിരിക്കായിരുന്നു. നമസ്കാരം. വരൂ വരൂ. വരൂ. വാ വിഷ്ണു വാ. അല്ലമ്മ, അല്ല ഇതെന്താ ഇത്?
നമ്മളെന്തിനാ ഇയാളുടെ പിന്നാലെ പോകുന്നത്? ആ, അയാളുടെ പിന്നാലെ അല്ലല്ലോ, അമ്പലമല്ലേ? അയാളോട് മുന്നിൽ പോരുതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അല്ല, അയാളെന്താ കാത്തിരിക്കായിരുന്നൊക്കെ പറഞ്ഞേ? എനിക്കെങ്ങനെ അറിയാം? നീ തന്നെ ചോദിക്ക. നിനക്കെന്താടാ ഒരു പേടി പോലെ? എടാ, നീ ഒരാണല്ലേ? വാടാ. എന്നാലും ഇത്ര നിർബന്ധിച്ചു കൊണ്ടുപോകാൻ എന്തായിരിക്കും കാര്യം? കുട്ടി നിന്ന് വിഷമിക്കണമെന്നില്ല. വരനെത്തിയാലല്ലേ ചടങ്ങ് നടക്കൂ. അവിടെ എവിടെങ്കിലും പോയി ഇരുന്നോളൂ. പോടോ. വരൂ, വരണം സത്യാമേ. വാടാ, വാ. അനുഗ്രഹിക്കണം സത്യമേ. എല്ലാവിധ സൗഭാഗ്യങ്ങളും ആയുരാരോഗ്യ സൗഖ്യം നൽകി ഭഗവാൻ എന്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കും. ഇതെന്താ സംഭവം? എഴുന്നേക്ക്. തൃപ്തിയായി സത്യമേ, മനസ്സ് നിറഞ്ഞു. അവള് ഞങ്ങളുടെയും കൂടെ അനുഗ്രഹം വാങ്ങിയില്ല ഇതുവരെ. അതെന്തിനാ പറയുന്നേ? ഭഗവാനെ കൂടി അവള് ശരിക്കും തൊഴുതില്ലല്ലോ. മനസ്സിൽ ആരാധിക്കുന്ന ദേവിയുടെ അനുഗ്രഹം കിട്ടിയിട്ട് മതി ഭഗവാനെ കാണുകയെന്ന്. അങ്ങനെ തറവാട്ടി പിറന്ന പെൺകുട്ടികൾ. പറയാനുണ്ടോ? ഇവളുടെ നാട്ടിലെ പേര് തന്നെ അമ്പലക്കുട്ടിന്നാ. ഒരു ദിവസം ക്ഷേത്ര ദർശനം മുടങ്ങിയ സങ്കട. ഭഗവാനെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ് കിടക്കേ കിടന്ന് കരച്ചിലോട് കരച്ചില. വ്രതവും പൂജയും ആരാധനയൊക്കെ ആയിട്ട് ഇവളുടെ റൂമിന്റെ ഒരു ഭാഗം തന്നെ പൂജാമുറിയ. ആ, അതൊക്കെ കൊണ്ടായിരിക്കും ഭഗവാൻ ഇത്രയ്ക്കും നല്ലൊരു ബന്ധം ഒപ്പിച്ച് തന്നത്. വിഷ്ണു, ഇന്ന് മധുശ്രീയുടെ വിവാഹം. നിന്റെയും. അറിയാൻ മേലാണ്ട് ചോദിക്കാൻ നിനക്കതൊരു പ്രാന്താണോ?
എടി ഇവരൊക്കെ പ്രായമായവരാ, പല സമയത്തും പല പ്രാന്തും തോന്നും. അതിനൊക്കെ അനുസരിച്ച് കെട്ടി ഒരുങ്ങി അമ്പലത്തിലോട്ട് വരാൻ നിന്നെ തലയ്ക്കെന്തൊരു ഓളമാണ്. സത്യാമ്മേ, വിഷ്ണു, എടാ അവളുടെ അടുത്ത് സംസാരമൊന്നും വേണ്ട. എടാ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ഞാനാ. കൂട്ടിക്കൊണ്ട് വരുമ്പോ കല്യാണത്തിനാണെന്ന് പറഞ്ഞിരുന്നു അമ്മ. കാര്യം പറയാതെ പിടിച്ചോണ്ട് വന്ന് കല്യാണം നടത്താൻ ഞാൻ വല്ല പൂച്ചക്കുട്ടി വല്ലതാണോ? എടാ നിന്റെ കാര്യങ്ങൾ നീ തന്നെ നിശ്ചയിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ. അന്ന് നീ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് പൂച്ചക്കുട്ടിയായിരുന്നോ? ആണോടാ? എടാ എല്ലാം അതിന്റെ പേരിലുണ്ടായ എല്ലാ കഷ്ടനഷ്ടങ്ങളും ഞാൻ സഹിച്ചു. എന്നിട്ടും നിന്റെ ഇഷ്ടം പോലെ ജീവിക്കാൻ കഴിഞ്ഞ അമാവാസി വരെ ഞാൻ നിനക്ക് സമയം തന്നു. അതിനുശേഷം വേറെ കല്യാണം കഴിക്കാന്ന് നീ എനിക്ക് വാക്ക് തന്നതാ വിഷ്ണു. അമാവാസി കഴിഞ്ഞെങ്കിലും ശാലിനി മടങ്ങി വന്നില്ലേ? എടാ മടങ്ങി വന്നു, ഒക്കത്തെ ഒരു കൊച്ചിനെയും കൊണ്ട്. ഇപ്പോഴവളുടെ പേര് പറഞ്ഞുകൊണ്ട് നടക്കാൻ നാണമില്ലടാ നിനക്ക്. എടാ നിന്റെ ജീവിതത്തിലെ അമാവാസി കഴിഞ്ഞിട്ടില്ലടാ. അതാ ശാലിനി മടങ്ങി വന്നത്. എടാ അതെനിക്ക് മാറ്റിയെടുക്കണം. നീ ഈ വിവാഹത്തിന് സമ്മതിക്കണം. സാധ്യമല്ല. ഈ ജീവിതത്തിൽ ശാലിനി മാത്രമായിരിക്കും ഈ വിഷ്ണുവിന്റെ പെണ്ണ്. വിഷ്ണു നിനക്ക് കൺമുന്നിൽ കാണിച്ചു തന്നു അവളുടെ ഭർത്താവിനെയും കുഞ്ഞിനെയും. എടാ അത് കഴിഞ്ഞേ വീട്ടിൽ മടങ്ങിയെത്തിയപ്പോ ഞാൻ പറഞ്ഞതാ നിന്നോട്, ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കുന്നു. ഉച്ചക്ക് എന്താ കഴിക്കാൻ വേണ്ടെന്ന് ചോദിക്കും പോലെയാണോ കല്യാണം തീരുമാനിക്കുന്നേ? എന്റെ അമ്മയെ ജീവിത അവസാനം വരെ ഒപ്പം വേണ്ട ഒരു കൂട്ടല്ലേ ഇത്? എടാ ഇതിനുള്ള മറുപടി പലതവണ ഞാൻ പറഞ്ഞതാ നിന്നോട്. ആണോടാ? നിന്റെ ഇഷ്ടത്തിന് കൂട്ടിക്കൊണ്ട് വന്നവളുടെ മേന്മ. എടാ ഞാൻ അവളോട് ക്ഷമിക്കാൻ തയ്യാറായതല്ലടാ. അവൾക്ക് വേറൊരു ബന്ധവും കുട്ടിയുള്ള കാര്യം അപ്പോഴല്ലേ അറിയുന്നത്. എടാ എടാ ഇതിൽ കൂടുതൽ ഞാൻ എന്താ വേണ്ടത്? നീ തന്നെ പറയടാ. നാലാട് അറിയാതെ മൂടി വെക്കാൻ പറ്റുന്ന നാണക്കേടല്ലത്. നിന്റെ ഭാര്യയായിരുന്നവളെ ഇപ്പോൾ ജില്ലാ കളക്ടറാ. അവളുടെ ഒക്കത്തൊരു കൊച്ചിരിക്കുമ്പോ അത് ആരുടേതാണെന്നുള്ള ചോദ്യം ഉണ്ടാവും. നിന്റേതല്ല. ചൂണ്ടിക്കാണിക്കാൻ അവൾക്കൊരു അച്ഛനുണ്ട്. അപ്പോ നീയോ? വേറെ കല്യാണം കഴിച്ച് കുഞ്ഞും കുടുംബമായിട്ട് ജീവിക്കേണ്ട നീ ഇപ്പോഴും ശാലിനി മന്ത്ര ജപത്തിലാണെന്ന് അറിയുമ്പോ നാട്ടുകാർ പരിഹസിച്ച് ചിരിക്കൂടാ. മോനെ ഇപ്പൊ ആരും അധികം അറിഞ്ഞിട്ടില്ല. അറിയും മുമ്പേ നിന്റെ പെൺകുട്ടിയായിട്ട്, സത്യഭാമയുടെ മരുമകളായിട്ട് ചൂണ്ടിക്കാണിക്കാൻ എനിക്കൊരാള് വേണം. അതാ ഇവള് മധുശ്രീ. സത്യഭാമയുടെ മരുമകളാകാനുള്ള അന്തസ്സും കുലമഹിമയുള്ള പെണ്ണ് എനിക്ക് വേണ്ട. സത്യമേ, ഇത് രണ്ടാമത്തെ തവണയാ.
ഇവക്ക് വല്ല വിഷവും വാങ്ങിക്കൊടുത്ത് കുടുംബത്തോട് ആത്മഹത്യ ചെയ്യുക എന്ന വഴി മാത്രമേ എനിക്ക് മുന്നിലുള്ളൂ. അത്രയ്ക്ക് മാനക്കേടാകും. അതിന്റെ ആവശ്യം വരില്ല ശിവൻകുട്ടി.